ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കൂടല്ലൂർ നേർച്ചയൊക്കെ ഉണ്ടാ. കൂടല്ലൂരിൻ്റെ ഉപ്പാൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളൊരു നേർച്ചയാണ്. നമ്മൾ ഇന്നാണ് പോകണം വിചാരിച്ചു, പക്ഷേ പോകണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഇന്ന് രാവിലെ 2 മണി വരെ എക്സാം ഉണ്ടായിരുന്നു ഡിഗ്രിയുടെ. അത് കഴിഞ്ഞിട്ട് അനിയൻ്റെ അവിടെ ഡാൻസ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 മണി മുതൽ 8 മണി 9 മണി വരെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഇന്ന് പോകണില്ല എന്ന് വെച്ചതാണ്. സോ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ കാരണം ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 പേര് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനി കാര്യങ്ങളൊക്കെ ഞാൻ ചെല്ലാന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കൂടല്ലൂർ നേർച്ചയ്ക്ക് പോകാൻ കാരണം. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് പരിപാടിയുടെ ഫസ്റ്റുള്ള കുറച്ച് പരിപാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് പോരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീടിലോട്ട് പോകാം കേട്ടോ. അത് വന്നതിന് ശേഷം എനിക്ക് ഇവിടുന്ന് അനിയൻ്റെ ഡാൻസ് കാണാൻ പോകണം. എന്തായാലും ഇത് ഉണ്ടാവില്ല അവിടെയും ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഇവിടുന്ന് വിസാർഡിയൻ ടീമായിട്ട് വരുന്നത്. അവരിൽ അത്യാവശ്യം നല്ല അടിപൊളി ആനകളും ടീമും കാര്യങ്ങളൊക്കെയാണ്. എനിവേ നമ്മളിപ്പോൾ അത് ഇവിടുന്ന് പോവാം കേട്ടോ. സെൻറ്റർക്ക് പോയേക്കാം. അവിടെ ഒരുപാട് ടീം വന്നിട്ടുണ്ടാവും. മാത്രമല്ല റിഷാൽ അവിടെ പരിപാടി ആരംഭിക്കാറായിരിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് തോന്നിട്ടാ. നന്ദിലത്ത് ഗോപാലനല്ലോ ഏതാ അറിയില്ല, ഓർമ്മയില്ല. ഇത് അവിടുന്ന് ഒരു ആന വരുന്നത്. ഇവരെ ഇത് കൂടാതെ വേറെ 2 ആനകളുണ്ട്. ഭീമത സെൻറ്ററിലേക്ക് നമ്മുടെ കുറുമ്പള്ളി.
അവിടെ നേർച്ചയാണോ വന്നത്? ഇവിടുത്തെ നേർച്ച പരിപാടിയില്ലെന്ന്. നിങ്ങൾ കുറേ കാലമായില്ലേ ഇവിടെ? കുറേ കാലമായില്ലേ ഇവിടെ തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ നമ്മളിപ്പോൾ ഇനി നേരെ വീട്ടിൽ പോട്ടെ. എനിക്കറിയാം ഒരുപാട് ടീമുകളുടെ എടുക്കാത്ത ഉണ്ട്. സോറി ഗൈസ്, നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷനിലായത് കൊണ്ടായി.